നമുക്കിനി എടുക്കാനുള്ള ടോപ്പിക് ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാ എടുത്ത നമ്മൾ കീസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കീസ് യൂസ്ഡ് ഇൻ DBMS പറഞ്ഞു അല്ലേ. പ്രൈമറി കീ, സൂപ്പർ കീ, ഫോറിൻ കീ, ദെൻ ആൾട്ടർനേറ്റീവ് കീ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കീസ് പറഞ്ഞു. ഇനി നമുക്ക് പറയേണ്ടത് ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. എന്താണ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ? കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് കണ്ടീഷൻസ് ആണ്. കണ്ടീഷൻസ് നമ്മൾ കൊടുക്കുന്ന ചില കണ്ടീഷൻസ് ഈസ് എ കണ്ടീഷൻ ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ ദ ടേബിൾ ഈസ് ക്രിയേറ്റഡ്, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ ദ ടേബിൾ ഈസ് അപ്ഡേറ്റഡ്, ഇൻസേർട്ടഡ്, ഇങ്ങനെ വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എവറി റിലേഷൻ ഹാസ് സം കണ്ടീഷൻ ദാറ്റ് മസ്റ്റ് ഹോൾഡ് ഫോർ ഇറ്റ് ടു ബി എ വാലിഡ് റിലേഷൻ കോൾഡ് റിലേഷണൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. ഓക്കെ, നമുക്ക് ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ട്. നമുക്ക് ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടേബിൾ ഹാസ് സം കണ്ടീഷൻ, ഒരു ടേബിളിന് ചില കണ്ടീഷൻസ് ഉണ്ടാവും ദാറ്റ് മസ്റ്റ് ഹോൾഡ് ഫോർ ഇറ്റ് ടു ബി എ വാലിഡ് റിലേഷൻ. ഒരു വാലിഡ് റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വാലിഡ് ടേബിളിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺസ്ട്രെയിൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ റിലേഷണൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 3. മൂന്നായിട്ടാണ് ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 4 ക്ലാസിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇതിലെ ഒന്ന് ഡൊമൈൻ കൺസ്ട്രെയിൻസ്, entity integrity constraints, referential integrity constraints and key constraints. ഇതിലെ key constraints and entity integrity constraints are the same. രണ്ടും സെയിം ആണ്. ഓക്കെ, എന്തായാലും നമുക്ക് അത് ഓരോന്നും എന്താന്നുള്ളത് നോക്കാം. ആദ്യം വരുന്നത് ഡൊമൈൻ കൺസ്ട്രെയിൻസ്. ഓക്കെ, ഡൊമൈൻ എന്താ? ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂസ്, നമ്മൾ ഓരോ ആട്രിബ്യൂട്ടിന്റെയും അണ്ടറിൽ കൊടുക്കുന്ന വാല്യൂസിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. നേരത്തെ കണ്ടതാണ്. ഇപ്പൊ ഇതില് നോക്കുക, ഇതൊരു റിലേഷൻ ആണ്. ഈ റിലേഷനിൽ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ആണ് ID, നെയിം, സെമസ്റ്റർ, ഏജ് എന്നൊക്കെ പറയുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡൊമൈൻസ് ആണ് അല്ലെ. ആട്രിബ്യൂട്ട്സ് ആണ്. ഈ ആട്രിബ്യൂട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വാല്യൂസ് കൊടുക്കുന്നുണ്ട്. IDക്ക് ആണെങ്കിൽ ഇവിടെ 1000 കൊടുത്തിട്ടുണ്ട്, 1001, 1002, 1003 ആൻഡ് 1004. നെയിമിന് നമ്മൾ ഡിഫറെന്റ് നെയിംസ് കൊടുത്തിട്ടുണ്ട്, സെമസ്റ്ററിന് ഡിഫറെന്റ് സെമസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഏജസിന് ഡിഫറെന്റ് ഏജസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതേപോലെ ഉള്ള ഡൊമൈൻസിൽ കൊടുക്കുന്ന ചില കൺസ്ട്രെയിൻസ്, നമ്മൾ ഡൊമൈനിൽ കൊടുക്കുന്ന ചില സെറ്റ് ഓഫ് കണ്ടീഷൻസിനെയാണ് ഡൊമൈൻ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുന്ന കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആട്രിബ്യൂട്ടിന്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഡാറ്റ ടൈപ്പ് ഇപ്പൊ ID ആണെങ്കിൽ നമ്പർ, ID മസ്റ്റ് ബി ഇൻ നമ്പർ, നെയിം മസ്റ്റ് ബി ഇൻ ക്യാരക്ടർ, സെമസ്റ്റർ മസ്റ്റ് ബി ഇൻ ദ കോമ്പിനേഷൻ ഓഫ് number and character, age must be age is not in negative and less than 0. ഇങ്ങനെയൊക്കെ നമുക്ക് ചില കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും അല്ലെ. ഇപ്പോ ഇതേപോലെ കണ്ടീഷൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൊമൈൻ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഡൊമൈൻ അല്ല, ആ എൻട്രി ചെയ്യുന്ന വാല്യൂസിന് കൊടുക്കുന്ന കൺസ്ട്രെയിൻസ്. ഡൊമൈൻ കൺസ്ട്രെയിൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ഡെഫിനിഷൻ ഓഫ് എ വാലിഡ് സെറ്റ് ഓഫ് വാല്യൂ ഫോർ ആൻ ആട്രിബ്യൂട്ട്. ഇപ്പോ ഇവിടെ നോക്കുക, നമ്മൾ ഒരു കൺസ്ട്രെയിന്റ് പറയാണ്, നമ്മൾ കൊടുക്കുന്ന വാല്യൂ കനോട്ട് ബി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണീക്ക് ആയിരിക്കണം. ദ വാല്യൂ മസ്റ്റ് ബി ഇൻ യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതൊരു കൺസ്ട്രെയിന്റ് ആണ്. ദെൻ ഡൊമൈൻസിന് കൊടുക്കുന്ന കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഡാറ്റ ടൈപ്പ് ആണ്. ഇപ്പൊ ID, ഇപ്പൊ ഇവിടെ നോക്കാം, ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ക്രിയേറ്റ് ടേബിൾ, പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ID എന്ന് പറയുന്നത് ഇന്റീജർ ആയിരിക്കണം, അതേപോലെ നോട്ട് നൾ ആവണം. നോട്ട് നൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു
ഡൊമൈന് വാല്യൂ ഇല്ലാതെ ഇരിക്കാൻ പാടില്ല എന്നാണ് നോട്ട് നൾ. നോട്ട് നൾ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഇൻറ്റീജർ ആണ് എന്നുള്ള കണ്ടീഷനും കൊടുത്തു. നെയിം മസ്റ്റ് ബി ദ മാക്സിമം ക്യാരക്ടർ ഈസ് 255. 255 വരെയുള്ള ക്യാരക്ടർ നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ നോട്ട് നൾ ആണ്. ഏജ് എന്ന് പറഞ്ഞത് ഇൻറ്റീജർ ആണ് എന്നാണ് നമ്മളിവിടെ കൺസ്ട്രെയിന്റ് കൊടുത്തത്. ഇവിടെ നോക്കാം, ഇവിടെ എ എന്ന് പറയുന്ന ഒരു ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ബിക്കോസ് ഏജ് ഈസ് ആൻ ഇൻറ്റീജർ ആട്രിബ്യൂട്ട്. ഏജ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആട്രിബ്യൂട്ട് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എൻ്റർ ചെയ്യാൻ പറ്റില്ല, അവിടെ ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഡൊമൈൻസിന് കൊടുക്കുന്ന സെറ്റ് ഓഫ് കണ്ടീഷൻസിനെയാണ് ഡൊമൈൻ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എൻറ്റിറ്റി ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഓർ കീ കൺസ്ട്രെയിൻസ്. എന്താണ് കീ കൺസ്ട്രെയിൻസ്? കീസിൽ കൊടുക്കുന്ന കൺസ്ട്രെയിൻസ് ആണ്. സോ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവിടെ നോട്ട് നൾ കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ട്, ഇടാൻ മറന്നു പോയിട്ടുണ്ട്. നോട്ട് പ്രൈമറി നോട്ട് നൾ, നോട്ട് നൾ പ്രൈമറി കീ. ഓക്കെ, then entity integrity constraints or key constraints എന്ന് പറയും. കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് ആണ് കീ, അല്ലെ? നമ്മൾ പലതരത്തിലുള്ള കീസ് കണ്ടു. പ്രൈമറി കീ, സൂപ്പർ കീ, ഫോറിൻ കീ, അങ്ങനെ പലതരത്തിലുള്ള കീസ് കണ്ടു. അതിൽ തന്നെ പ്രൈമറി കീയിൽ കൊടുക്കുന്ന ഒരു കൺസ്ട്രെയിന്റ് ആണ് നമ്മുടെ entity integrity constraints or key constraints എന്ന് പറയുന്നത്. Okay, the entity integrity constraint states that the primary key value cannot be null. ഇത് entity integrity ആണെന്നുണ്ടെങ്കിൽ അത് പ്രൈമറി കീക്ക് മാത്രം കൊടുക്കുന്ന ഒരു കണ്ടീഷൻ ആണ്. അല്ല കീ കൺസ്ട്രെയിൻസ് ആണെങ്കിൽ നമ്മുടെ സൂപ്പർ കീക്കോ ഫോറിൻ കീക്കോ ഏത് കീസിന് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി കൊടുക്കുന്ന കണ്ടീഷൻ എന്താണ്? The entity integrity constraint states that the primary key value cannot be null. പ്രൈമറി കീയിലുള്ള വാല്യൂ ഒരിക്കലും നൾ ആയിട്ട് എൻ്റർ ചെയ്യാൻ പാടില്ല. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ കണ്ട ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പക്ഷെ നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്തിട്ടില്ല, പക്ഷെ ഇറ്റ് ഈസ് ഇൻവാലിഡ്. ഇങ്ങനെ വാല്യൂ ഇല്ലാണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയില്ല, പാടില്ല. അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന കൺസ്ട്രെയിന്റ്. എൻറ്റിറ്റി ഇന്റഗ്രിറ്റി കൺസ്ട്രെയിന്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രൈമറി കീ വാല്യൂ കനോട്ട് ബി നൾ. അത് നൾ ആവാൻ പാടില്ല. അതാണ് ഒരു കൺസ്ട്രെയിന്റ്. ഇനി the entity integrity constraint have unique value. നമ്മൾ കൊടുക്കുന്ന വാല്യൂ യുണീക്ക് ആയിരിക്കണം. യുണീക്ക് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നും വേറെ വേറെ നമ്പർ ആയിരിക്കണം, അല്ലാതെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട്. ഇപ്പൊ ഇവിടെ എംപ്ലോയി ID 123 കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് റിപ്പീറ്റ് ഫോർ ദ നെക്സ്റ്റ്. അടുത്ത ഒരാൾക്ക് വീണ്ടും 123 എന്ന് പറയുന്ന ID നമ്പർ നമുക്ക് കൊടുക്കാൻ പാടില്ല. എന്തിന്? കീ ആയിട്ടുള്ളതിന് മാത്രം കേട്ടോ, പ്രൈമറി കീ. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നെയിം വേണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോ ജാക്ക് എന്നുള്ളത് വേറൊരു കോളത്തിൽ വീണ്ടും ജാക്ക് വന്നുകൊണ്ട് നോ പ്രോബ്ലം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡൊമൈന് നെയിമിന്റെ കേസിലോ അല്ലെങ്കിൽ സാലറിയുടെ കേസിലോ റിപ്പീറ്റ് ചെയ്തോ എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് ഇൻ പ്രൈമറി കീ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കീ ആണ് എന്ന് നമ്മൾ ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതൊരിക്കലും എന്താവാൻ പാടില്ല, യുണീക്ക് ആയിരിക്കണം. അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഈ ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രൈമറി കീയിൽ കൊടുക്കുന്ന കണ്ടീഷൻ. ദിസ് ഇസ് ബിക്കോസ് ദ പ്രൈമറി കീ വാല്യൂ ഈസ് നോട്ട് ടു ഐഡന്റിഫൈ ഇൻഡിവിജ്വൽ റോസ് in relation, and if the primary key has null value then we cannot identify those rows, and a table contain a null value other than the primary key field. ഇനി ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. ആ കണ്ടീഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് the key value cannot be the key value should be unique. അത് യുണീക്ക് ആയിരിക്കണം. should be unique. it should be unique. യുണീക്ക് ആയിരിക്കണം കീ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇതൊരു എക്സാമ്പിൾ ആണ്. നമുക്ക് ID എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണ്, നോട്ട് നൾ ആണ്, അതേപോലെ ഇറ്റ് ഈസ് എ പ്രൈമറി കീ. പ്രൈമറി കീ ആയതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ടാവണം? യുണീക്ക് ആയിരിക്കണം. അതേപോലെ തന്നെ നോട്ട് നൾ, അവിടെ നോട്ട് നൾ എന്ന് പറയുന്ന കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഇതാണ് എൻറ്റിറ്റി ഇന്റഗ്രിറ്റി കൺസ്ട്രെയിന്റ് അല്ലെങ്കിൽ കീ കൺസ്ട്രെയിൻസ് എന്നും കൂടി ഇതിന് പറയാം. കീസിന് കൊടുക്കുന്ന കൺസ്ട്രെയിന്റ് അത് എൻറ്റിറ്റി ഇന്റഗ്രിറ്റി ആകുമ്പോൾ പ്രൈമറി കീക്ക് കൊടുക്കുന്നതായിരിക്കും എൻറ്റിറ്റി ഇന്റഗ്രിറ്റി കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്.
ഇനി റഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻ. റഫറൻഷ്യൽ നമ്മൾ എവിടെയാണ് റഫറൻഷ്യൽ പഠിച്ചത്? ഫോറിൻ കീ പഠിച്ചപ്പോഴാണ് റഫറൻഷ്യൽ എന്നുള്ള കേസ് നമ്മൾ പഠിച്ചത് അല്ലെ. റഫറൻഷ്യൽ ടേബിൾ അല്ലെങ്കിൽ റഫറൻസ് ടേബിൾ എന്നുള്ള കേസ് നമ്മൾ പഠിച്ചത് എവിടെയാണ്? ഫോറിൻ കീ വന്നപ്പോഴാണ്. ഫോറിൻ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രണ്ട് ടേബിൾ തമ്മിലുള്ള റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒരു കോളം ഉണ്ടായിരിക്കും അല്ലെ. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റഫറൻഷ്യൽ ഇന്റഗ്രിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ആ ഫോറിൻ കീയിൽ നമ്മൾ എന്തൊക്കെ കണ്ടീഷൻസ് പറഞ്ഞോ അതേ കണ്ടീഷൻസ് ആണ് റഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസിൽ കൊടുക്കേണ്ടത്. അതായത് ഫോറിൻ കീ ആവാൻ ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് നോട്ട് നൾ ആവണം. ഫോറിൻ കീയിലുള്ള ഒരു എലമെന്റ് നോട്ട് നൾ ആയിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ അപ്ഡേഷൻസ് പോസിബിൾ അല്ല. ചൈൽഡ് ടേബിളിൽ അല്ലെങ്കിൽ ചൈൽഡിൽ നമുക്ക് എന്താവാൻ പറ്റില്ല അപ്ഡേഷൻസ്. ഇപ്പോൾ 11, 24, 13 നമുക്ക് 12 എന്ന് പറഞ്ഞൊരു വാല്യൂനെ ഇവിടെ ഇൻസേർഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ഡാറ്റ ഇതിൽ കൊടുത്തിരിക്കുന്ന റെഫറൻസ് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അപ്ഡേഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 18 ഇവിടെ അപ്ഡേഷൻ ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ 18 എന്നുള്ളത് എവിടെയുണ്ട്? നമ്മുടെ ഇവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അപ്ഡേഷൻസ് ചെയ്യാം. പക്ഷെ നമുക്കൊരു 13 അല്ലെങ്കിൽ 12 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി അതേപോലെ തന്നെ വേറൊരു കണ്ടീഷനാണ് ഇവിടെ നിന്നുകൊണ്ട് നമുക്കൊരു ഇപ്പൊ 13 എന്ന് പറയുന്ന വാല്യൂ 13 എന്ന് പറയുന്നത് 13 എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താവണം? ഇവിടെ നമുക്ക് ഡിലീഷൻ ചെയ്യാനും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ചൈൽഡ് ടേബിളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് അവിടെ വെച്ചിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് റഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. റഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഈസ് സ്പെസിഫൈഡ് ബിറ്റ്വീൻ ടു ടേബിൾസ്. രണ്ട് ടേബിളിലാണ് ഇത് സ്പെസിഫൈ ചെയ്യുന്നത്. ദ റഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഇഫ് എ ഫോറിൻ കീ in table 1 refers to the primary key of table 2, then every value of the foreign key in table 1 must be null, or every value in the foreign key of the foreign key in table 1 must be null or be available in table 2. table 2 അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ തന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വാല്യൂസിന്റെ കുറച്ച് മോഡിഫിക്കേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. നോട്ട് ഓക്കെ. അപ്പോൾ രണ്ട് റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോട്ട് അലൗഡ് ബിക്കോസ് ഓഫ് ഓൾ റോ മസ്റ്റ് ബി യൂണീക്ക്. കാരണം 102 എന്നുള്ളത് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇതിൽ തന്നെ കീ ആൻഡ് കീ കൺസ്ട്രെയിൻറ്റും എൻറ്റിറ്റി ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻറ്റും സെയിം ആണ്. ബാക്കി മൂന്നും ഒന്ന് നമ്മുടെ റെഫറൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ ഫോറിൻ കീയിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ഡൊമൈൻ ആണെങ്കിൽ ഡൊമൈൻ വാല്യൂസിൽ വരുന്നതാണ്. ഓക്കെ. ദെൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.